നമസ്കാരം. നമ്മളിന്ന് മനഃശാസ്ത്രത്തിലെ ഒരു പ്രധാന വിഷയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. ബുദ്ധിശക്തി അളക്കുന്നതിന്റെ ആ ഒരു ചരിത്രം. MA സൈക്കോളജി വിദ്യാർത്ഥികളെന്ന നിലയ്ക്ക് നിങ്ങൾക്കിതെന്തായാലും അറിയേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 മെറ്റീരിയൽ വെച്ച് ആ ഒരു തുടക്കകാലം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് തുടങ്ങുന്നത് ഏകദേശം 19ാം നൂറ്റാണ്ടിന്റെ അവസാനമാണല്ലേ? അതെ, ആ സമയത്താണ് ശരിക്കും വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ചും മാനസികമായ കഴിവുകളിലെ വ്യത്യാസങ്ങൾ ശാസ്ത്രീയമായി പഠിക്കാൻ ഒരു ശ്രമം തുടങ്ങുന്നത്. ഫ്രാൻസിസ് ഗാൾട്ടന്റെയൊക്കെ പഠനങ്ങൾ അക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഗാൾട്ടൻ. പക്ഷേ ഈ മെന്റൽ ടെസ്റ്റ് എന്നൊരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അത് 1890-ൽ ജെയിംസ് മെക്കീൻ കാറ്റലാണ്, ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. ഓക്കെ, കാറ്റൽ. അപ്പൊ എന്തായിരുന്നു ഈ മെന്റൽ ടെസ്റ്റുകൾ ശരിക്കും? ഇന്നത്തെ ടെസ്റ്റുകൾ പോലെ ആയിരുന്നിരിക്കില്ല അല്ലേ? ഒരിക്കലുമല്ല. കാറ്റൽ അളക്കാൻ ശ്രമിച്ചത് വളരെ അടിസ്ഥാനപരമായ കഴിവുകളാണ്. എന്നുവെച്ചാൽ അടിസ്ഥാനപരമെന്ന് പറയുമ്പോൾ പേശികളുടെ ശക്തി, നമ്മൾ ഒരു കാര്യത്തോട് പ്രതികരിക്കുന്നതിന്റെ വേഗത, പിന്നെ വേദന അറിയാനുള്ള കഴിവ്, കാഴ്ച, കേൾവി, അതിൻ്റെയൊക്കെ ഒരു കൃത്യത, അതുപോലെ ഭാരം തിരിച്ചറിയാനുള്ള കഴിവ്, ഓർമ്മ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അന്നത്തെ ഒരു ചിന്ത, ഉയർന്ന ചിന്താശേഷിയേക്കാൾ ഇത്തരം സെൻസറി മോട്ടോർ കഴിവുകളാണ് ബുദ്ധിയുടെ കാതലെന്നായിരുന്നു. ശരി ശരി. പക്ഷേ ഈ പറഞ്ഞ കഴിവുകൾ അളന്നതുകൊണ്ട് മാത്രം ഒരാളുടെ സ്കൂളിലെ പ്രകടനം അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അത് അളക്കാൻ പറ്റുമോ? ഇല്ല, അതായിരുന്നു അതിന്റെ ഒരു പരിമിതി. ഈ ടെസ്റ്റുകൾക്ക് ഉദാഹരണത്തിന് അക്കാഡമിക് വിഷയങ്ങളിലുള്ള കഴിവുമായി വലിയ ബന്ധമൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അവിടെയാണ് ശരിക്കും ആൽഫ്രഡ് ബിനെയുടെ റോള് വരുന്നത്. അതൊരു വലിയ മാറ്റമായിരുന്നു. ബിനെ, ഫ്രാൻസിലല്ലേ? അതെ, ഫ്രഞ്ച് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവരെ ഒന്ന് തിരിച്ചറിയാൻ ഒരു വഴി കണ്ടെത്താൻ ബിനെയോട് ആവശ്യപ്പെട്ടു. ഓക്കെ. അങ്ങനെയാണ് ബിനെ തിയോഡോർ സൈമൺ എന്ന ആളുമായി ചേർന്ന് 1905-ൽ ആദ്യത്തെ ഒരു ഇന്റലിജൻസ് സ്കെയിൽ ഉണ്ടാക്കുന്നത്. അതില് 30 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. കാറ്റ്ലിന്റെ ടെസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഊന്നൽ കൊടുത്തത് യുക്തി ഉപയോഗിക്കാനും ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാനുമുള്ള കഴിവിനാണ്. അപ്പോൾ അവിടെ ആ സെൻസറി മോട്ടോർ ഫോക്കസ് മാറി കൂടുതൽ ചിന്താപരമായ കാര്യങ്ങളിലേക്ക് വന്നു. അതെ അതെ, അതായിരുന്നു പ്രധാന മാറ്റം. ഈ മാനസിക വയസ്സ് എന്ന ആശയം വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണോ? ആണ്. 1908-ൽ ഈ ടെസ്റ്റ് ഒന്നുകൂടി പരിഷ്കരിച്ചു. അപ്പൊ ചോദ്യങ്ങൾ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ക്രമീകരിച്ചു. ഒരു കുട്ടിക്ക് ശരിയായി ഉത്തരം പറയാൻ പറ്റുന്ന ഏറ്റവും കൂടിയ പ്രായത്തിലെ ചോദ്യങ്ങൾ ഏതാണോ ആ പ്രായത്തെയാണ് മാനസിക വയസ്സ് അഥവാ മെന്റൽ ഏജ് എന്ന് വിളിച്ചത്. ഓക്കെ, മെന്റൽ ഏജ് അത് വളരെ പ്രധാനപ്പെട്ടൊരു കോൺസെപ്റ്റ് ആണല്ലോ. തീർച്ചയായും. 1911-ൽ ഒന്നുകൂടി പരിഷ്കരിച്ചു. അപ്പോൾ മുതിർന്നവർക്കുള്ള ചോദ്യങ്ങളും ചേർത്തു. ഓരോ പ്രായത്തിലും 5 ചോദ്യങ്ങൾ വെച്ച്. പക്ഷേ ഒരു സംശയം, ഈ മാനസിക വയസ്സ് മാത്രം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പ്രശ്നമില്ലേ? ഇപ്പോ 8 വയസ്സുള്ള കുട്ടിക്കും 12 വയസ്സുള്ള കുട്ടിക്കും 10 വയസ്സിന്റെ മാനസിക വയസ്സുണ്ടെന്ന് കരുതുക. അവരുടെ ബുദ്ധി ഒരേ ലെവലിലാണെന്ന് പറയാൻ പറ്റുമോ? കാരണം ഒരാൾക്ക് 2 വയസ്സ് കൂടുതലെന്ന് മാനസികമായി, മറ്റേയാൾക്ക് 2 വയസ്സ് കുറവും. അത് വളരെ നല്ലൊരു പോയിന്റാണ്. ആ പ്രായോഗിക ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് അടുത്ത പ്രധാനപ്പെട്ട ആശയം വരുന്നത്, IQ. ഇന്റലിജൻസ് ക്വോഷ്യന്റ്. അതെ, 1912-ൽ വില്യം സ്റ്റേൺ എന്ന ജർമ്മൻ സൈക്കോളജിസ്റ്റാണ് ഈ ആശയം കൊണ്ടുവരുന്നത്. മാനസിക വയസ്സും ശരിക്കുള്ള വയസ്സും, ക്രോണോളജിക്കൽ ഏജ് CA, തമ്മിലൊരു അനുപാതം കണ്ടുപിടിക്കാമെന്ന്. MAയെ CA കൊണ്ട് ഹരിക്കുക. ഓക്കേ. പിന്നീട് 1916-ൽ അമേരിക്കയിൽ ലൂയിസ് ടെർമൻ, അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ഈ ബിനെ സൈമൺ സ്കെയിൽ പരിഷ്കരിച്ച് സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ടെർമൻ സ്റ്റേണിന്റെ ആശയമെടുത്ത് അതിനെ കുറച്ചുകൂടി സൗകര്യപ്രദമാക്കി. MACA എന്നതിനെ 100 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണ് IQ = MA×100 എന്ന ഫോർമുല വരുന്നത്. അത് താരതമ്യത്തിന് കൂടുതൽ എളുപ്പമാക്കി. ശരി ശരി. അപ്പോൾ വ്യക്തിഗതമായി ബുദ്ധി അളക്കാൻ സ്റ്റാൻഫോർഡ് ബിനെ പോലെയുള്ള ടെസ്റ്റുകൾ വന്നു. പക്ഷേ ഒരുപാട് പേരെ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോഴോ? ആ സാഹചര്യം വന്നത് 1ാം ലോകമഹായുദ്ധകാലത്താണ്. അമേരിക്കൻ സൈന്യത്തിലേക്ക് ഒരുപാട് പേരെ പെട്ടെന്നെടുക്കേണ്ടി വന്നു. അപ്പോൾ ഇവരെ വേഗത്തിൽ സ്ക്രീൻ ചെയ്യാനും
കഴിവനുസരിച്ച് ഓരോ ജോലികൾക്ക് നിയമിക്കാനും ഒരു എളുപ്പവഴി വേണമായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരെ ടെസ്റ്റ് ചെയ്യണമല്ലോ. അതെ. അപ്പോ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഒരു കമ്മിറ്റി റോബർട്ട് യർക്കസിന്റെ നേതൃത്വത്തിൽ ഇതിനൊരു പരിഹാരമുണ്ടാക്കി. അതാണ് ഗ്രൂപ്പ് ടെസ്റ്റുകളുടെ തുടക്കം. അതാണ് ഈ ആർമി ആൽഫ, ആർമി ബീറ്റ എന്നൊക്കെ പറയുന്നത്. അതെ, കൃത്യമായി പറഞ്ഞു. 2 പ്രധാന ടെസ്റ്റുകളാണ് ഉണ്ടാക്കിയത്. ആർമി ആൽഫ, അത് ഭാഷ ഉപയോഗിച്ചുള്ള ടെസ്റ്റായിരുന്നു, എഴുത്തും വായനയും അറിയുന്നവർക്ക്. ഓക്കെ. പിന്നെ ആർമി ബീറ്റ, അത് ഭാഷ ആവശ്യമില്ലാത്ത നോൺ വെർബൽ ടെസ്റ്റ്, കൂടുതലും ചിത്രങ്ങളും പ്രകടനങ്ങളുമൊക്കെ വെച്ചിട്ട്. ഇത് നിരക്ഷരരായവർക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ശരിക്കറിയാത്ത കുടിയേറ്റക്കാരായ സൈനികർക്കും വേണ്ടിയായിരുന്നു. ശരിയാണ്. അപ്പൊ രണ്ടും ആവശ്യമായിരുന്നു. തീർച്ചയായും. ഇത് സൈക്കോമെട്രിക്സ് ചരിത്രത്തിൽ വലിയൊരു മുന്നേറ്റമായിരുന്നു. വ്യക്തിഗത ടെസ്റ്റിംഗിൽ നിന്ന് ഗ്രൂപ്പ് ടെസ്റ്റിംഗിലേക്കുള്ള ഒരു വലിയ മാറ്റം. അപ്പോ നമ്മൾ ഈ യാത്ര നോക്കുകയാണെങ്കിൽ ഗാൾട്ടന്റെ വ്യക്തിഗത വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് തുടങ്ങി കാറ്റ്ലിന്റെ മെന്റൽ ടെസ്റ്റ് എന്ന വാക്കിലൂടെ, പിന്നെ ബിനയുടെ ആ പ്രായോഗികമായ സ്കൂൾ ടെസ്റ്റും മാനസിക വയസ്സും, അതിൽ നിന്ന് സ്റ്റേണും ടെർമനും ചേർന്ന് ഐക്യു എന്ന ആശയത്തിലേക്ക്, ഒടുവിൽ 1-ാം ലോക മഹായുദ്ധം പോലുള്ള വലിയ ആവശ്യം വന്നപ്പോൾ ഗ്രൂപ്പ് ടെസ്റ്റുകളിലേക്ക്. അങ്ങനെയാണ് ഈ ഫീൽഡ് വളർന്നു വന്നത്, അല്ലേ? അതെ, ആ ഒരു ചരിത്രപരമായ വളർച്ച അങ്ങനെയാണ്. ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ ഈ ആദ്യകാല ടെസ്റ്റുകൾക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. സാംസ്കാരികമായ ചായ്വുകൾ, മറ്റു പല പ്രശ്നങ്ങൾ. പക്ഷേ ആധുനിക സൈക്കോമെട്രിക്സിന്റെ അടിത്തറയിട്ടത് ഈ തുടക്കക്കാരാണ്. ശരിയാണ്. നിങ്ങൾ, അതായത് ഈ കേൾക്കുന്ന വിദ്യാർത്ഥികൾ, ഒന്നാലോചിച്ചു നോക്കൂ. ഇങ്ങനെ ആളുകളെ അളക്കാനും തരംതിരിക്കാനും തുടങ്ങിയത് അന്നത്തെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലും ജോലിസ്ഥലങ്ങളിലുമൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾക്കായിരിക്കും വഴിവെച്ചിട്ടുണ്ടാവുക? അതിന്റെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയാവാം? അതൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും.